ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് പക്കോട ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണം എന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. മാവ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 എരിവുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയോടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ബാറ്ററാക്കി കലക്കിയെടുക്കണം. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ലൂസി വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. മാവ് ഇവിടെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് ഞാൻ മാവ് കലക്കിയെടുത്തിരിക്കുന്നത്. കാരണം ഒത്തിരി തിക്കായിട്ട് ഇത് കലക്കിയെടുക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് 4ആയിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെ 5 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല. ബ്രെഡെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. കലക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ബ്രെഡ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് 2 സൈഡും അതിൻ്റെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം. മാവ് മുക്കിയെടുക്കുമ്പോൾ ബ്രെഡിൽ നിന്നിങ്ങനെ ഒലിച്ച് ഇറങ്ങി വരണം. കാരണം മാവ് ഒത്തിരി ഇതിലിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തോളൂ. കാരണം വേകാനായിട്ട് ഒന്നുമില്ലല്ലോ. തിരിച്ച് മറിച്ച് ഇട്ട് നല്ലൊരു കളറാവുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മൊത്തത്തിൽ 5 ബ്രെഡിലാണ് ഇത് ചെയ്തെടുത്തത്. മാവ് അധികം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സവാള റൗണ്ടിൽ അരിഞ്ഞിട്ട് അത് ഓരോന്ന് ഇതിലിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. ചൂടോടുകൂടി ഇത് കഴിക്കണം കേട്ടോ. ഒത്തിരി തണുത്ത് പോകാനായിട്ട് വെക്കരുത്. ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി ഇത് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ പുതിന ചട്നി ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. എല്ലാവരും ചെയ്യുന്നതെന്നറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കല്ലേ. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.